നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മക്കാനാട ഒരു എന്താ പറയുക സലാഡ് കണക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. ഫ്രൂട്ട് സലാഡ് കണക്കിരിക്കും കേട്ടോ. നമുക്ക് നല്ല ടേസ്റ്റിലും അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടും. നല്ല ഫൈബർ കണ്ടൻറ്റും പ്രോട്ടീനും ഒക്കെ കിട്ടും. അത്രയും ഫാസ്റ്റിങ്ങിൽ നിന്നിട്ട് നമുക്ക് ഈ ഒരു ജ്യൂസസൊക്കെ കുടിച്ച് അതിനകത്ത് ഫൈബർ കണ്ടൻറ്റൊക്കെ കളഞ്ഞ് വെറും ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുന്നതിലും എത്രയോ നല്ല സാധനങ്ങളാണ് ഇതൊക്കെയെന്ന് അറിയാമോ. നമ്മുടെ കുട്ടികൾക്ക് ഉൾപ്പെടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് കൂടി നോക്കണ്ടേ? വാ പോകാം. അതിനായിട്ട് ഇവിടെ ഞാൻ ഇത്രയും ലോട്ടസ് സീഡ് എന്ന് വെച്ചാൽ താമര വിത്ത് മക്കാന എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ സാധനമാണേ. ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ. പിന്നെ പതിവ് പോലെ നമ്മുടെ സ്ഥിരം സാധനമായ ചിയാ വിത്ത് ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയേ. പിന്നെ ഫ്രൂട്ട്സ് കയ്യിലുള്ളത് എടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പം കുറച്ച് മാതളം ഉണ്ടായിരുന്നു, മുന്തിരിങ്ങ, ഒരു ചെറിയ കഷ്ണം ആപ്പിള്. നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുള്ളത് എടുക്കുക കേട്ടോ. അധികം തണുപ്പ് വേണ്ടാത്തവർ ഇത് എടുക്കുന്ന സമയത്ത് മാത്രം ഇട്ട് കൊടുത്താൽ മതിയേ. ഇത് നമുക്ക് ആ ഫ്രൂട്ട്സ് ആ ജ്യൂസൊക്കെ ആയിട്ട് എടുക്കുന്ന ആ ഒരു ടൈമിൽ ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വയറും ഫില്ലാകും. നമ്മൾ ആ നോമ്പ് തുറന്ന് അത്രയും ഫാസ്റ്റിങ്ങിൽ നിന്നിട്ട് നമുക്ക് നല്ല ഫൈബർ കണ്ടൻറ്റ് കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ലോ ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ചിയാ വിത്തെല്ലാം കിടക്കുന്നതല്ലേ, നമുക്ക് ഈ അധികം തണുപ്പ് വേണ്ട എന്നുള്ളത്. ഇതിപ്പോൾ രാവിലെ നോമ്പ് തുറക്കുന്ന സമയത്ത് എടുക്കാനുള്ളത് കൊണ്ട് ഞാൻ രാവിലെ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അന്നേരം നമുക്ക് ആ ടൈമിൽ നല്ലപോലെ സെറ്റായി കിട്ടും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോട്ടസ് സീഡും ചിയാ വിത്തും മാത്രം ഇട്ട് കുതിർത്തി വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് അധികം തണുപ്പ് വേണ്ടാത്തവർ ആ ഒരു ടൈമിൽ മാത്രം ആ ഫ്രൂട്ട്സ് ഇട്ട് സെറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിനി നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ.